നമ്മുടെ തിയറം എന്ന് പറയുന്നത് തിയറം 3.6 ആണ്. ലെറ്റ് സെറ്റ് ordered by us xi to I for I equal to 1 to etc. n be a collection of topological space and x to their topological product. Then each projection pi I is continuous. Moreover, if a set is any space, then a function f from set to x is continuous if and only if pi I composition f is a function from set to x is continuous for all I equal to 1 to etc. n. സോ ഇതിന് പ്രൂഫ് വരുന്നത് രണ്ട് കാര്യങ്ങളാണ് തന്നെ. ഒന്നാമത്തെ പറയണത് പൈ ഐ ഈസ് കണ്ടിന്യൂസ് ആണ്. നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് പ്രൊജക്ഷൻ പൈ ഐ ഈസ് കണ്ടിന്യൂസ്. സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യേണ്ടത് ദ ഫങ്ഷൻ എഫ് ഫ്രം സെറ്റ് ടു എക്സ് എന്ന് പറയുന്നത് ഈസ് കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് പൈ ഐ കോമ്പോസിഷൻ എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം സെറ്റ് ടു എക്സ് ഐ ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ ഐകൾ 1 to etc. n. സോ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് vi is belongs to tau I. We have to show that pi I inverse of vi is belongs to tau I. But it is easy to check that pi I inverse of vi is equal to x1 cross x2 cross etc. cross xi minus 1. ഇവിടെ എക്സ് ഐ എന്ന് പറയുന്ന ടേമിൻ്റെ അവിടെ വരുന്നത് വി ഐ ആണ്. ക്രോസ് എക്സ് ഐ പ്ലസ് 1 ക്രോസ് എക്സിട്ര ക്രോസ് എക്സ് എൻ. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് പൈ ഐ ഓഫ് എക്സ് ടേം ഉണ്ടല്ലോ ദാറ്റ്സ് ബിലോങ്സ് ടു വി ഐ. ഫോർ ഈ സ്മോൾ എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് ആണ്. പുട്ട്സ് നോ റെസ്ട്രിക്ഷൻ ഓൺ അതർ കോർഡിനേറ്റ്സ് ഓഫ് എക്സ്. ഓൺലി ദ ith കോർഡിനേറ്റ്സ് ഈസ് റിക്വയർഡ് ടു ലൈ ഇൻ വി ഐ. സോ നൗ വി recalling the definition of product topology. Pi I inverse of vi is a member of a defining base and so is open in X. Hence, each projection is a continuous function. So, നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ വെച്ച് തീരാണ്. ഇനി സെക്കൻഡ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഫങ്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ സപ്പോസ് f is a function from set to x is continuous, then for each I, pi I composition f is continuous as compositions of continuous function are continuous. Conversely ആയിട്ട് നമ്മൾ പറയാം സപ്പോസ് ഈച്ച് പൈ ഐ കോമ്പോസിഷൻ എഫ് ഇസ് എ ഫങ്ഷൻ ഫ്രം സെറ്റ് ടു എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കാം. ഡിനോട്ട് പൈ ഐ കോമ്പോസിഷൻ ഓഫ് എഫിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണത് എഫ് ഐ എന്ന് വെച്ചിട്ടാണ്. ടു പ്രൂവ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇറ്റ് സഫിക്സസ് ടു പ്രൂവ് ദാറ്റ് ബൈ തിയറം 3.4 വെച്ചിട്ട് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു തിയറാണ് വെച്ചിട്ട് ദാറ്റ് ഇൻവേഴ്സ് ഇമേജ് ഓഫ് എനി മെമ്പർ ഓഫ് എ ബേസ് ഫോർ എക്സ് ടോ is an open subset of set. Now, by the definition of product topology വെച്ചിട്ട് a base for it consists of all sets V is of the form in the ഫോമിലാണ് V കിടക്കുന്നത് V1 cross V2 cross etc. Vn ആണ്. where Vi എന്ന് പറയുന്നത് as belongs to I ആണ് for I equal 1 to etc. n. It is then immediate that Z is belongs to capital Z. എഫ് ഓഫ് സെഡ് ആ ഫങ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇസ് ബിലോങ്സ് ടു ക്യാപിറ്റൽ വി ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എപ്പോൾ മാത്രമാണത് അങ്ങനെയാവാം പൈ ഐ ഓഫ് എഫ് ഓഫ് സെഡ് ഇസ് ബിലോങ്സ് ടു വി ഐ ഫോർ ഓൾ ഐകൾ 1 to etc. n. സോ ഇൻ അതർ വേർഡ്സിൽ നമുക്ക് പറയാം എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് ഇസ് എ ഇൻ്റർസെക്ഷൻ ആണ് ഐകൾ 1 to n എഫ് ഐ ഇൻവേഴ്സ് ഓഫ് വി ഐ. But each fi inverse of vi is open since fi is assumed to be continuous. Hence, അപ്പോൾ f inverse of v being in the intersection of finitely many open sets ആണെങ്കിൽ is open in set തന്നെയാണ്. This proves that f is continuous and complete the proof. ഇതാണ് പ്രൂഫ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മളുടെ രണ്ട് പാർട്ടും കഴിഞ്ഞു. നെക്സ്റ്റ് ഉള്ളത് ഒരു ഡെഫിനേഷനാണ് 3.10. Let x to and y script u be topological spaces and embedding or embedding of x into y is a function e from x to y which is a homomorphism when regarded as a function from x to onto e of x ordered by us e of x പിന്നെ script u minus e of x.
അതാണ് ഡെഫിനിഷനായിട്ട് വരുന്നത്. അടുത്തത് ഒരു പ്രപ്പോസിഷനാണ്. പ്രപ്പോസിഷൻ 3.11. A function e from x to y is embedding if and only if it is continuous and 1 to 1 and for every open set v in x there exists an open subset w of y such that e of v is equal to w intersection y. സോ ഇതിൻ്റെ പ്രൂഫ് വരുന്നത് പ്രപ്പോസൽ 3.11 പ്രൂഫ് വരുന്നത് ഡയറക്ട്ലി ദ റിസൾട്ട് ഈസ് ഫോൾസ് ഡയറക്ട്ലി ഫ്രം ദ ഡെഫിനേഷൻ ഓഫ് ഹോമിയോമോർഫിസം ആൻഡ് ഓഫ് റിലേറ്റീവ് ടോപ്പോളജി ആണ് ഇതിൻ്റെ റിസൾട്ടായിട്ട് പ്രൂഫായിട്ട് നമുക്ക് എഴുതാനായിട്ട് വരുന്നത്.